ഹലോ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കരിമീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കായം തേക്കാനുള്ള പൊടികൾ: മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വിനാഗിരി, വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് ഈ കരിമീനിലേക്ക് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം മസാല തേച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കണം കേട്ടോ. രണ്ട് ഭാഗവും നല്ലോണം മസാല ചേർത്ത് വെക്കുക. നമ്മുടെ മസാല കരിമീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. മീൻ അധികം മൊരിയണം എന്നില്ല, പകുതി വേവ് മതി. കാരണം നമുക്ക് ഇത് ഇലയിൽ പൊള്ളിച്ചെടുക്കേണ്ടതാണ്. അപ്പോഴും കൂടി ഒരു വേവ് ഉള്ളതാണ്. ഇതേ പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ മറ്റുള്ള മീനുകളും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി കരിമീൻ പൊള്ളിക്കുന്നതിന് ആവശ്യമുള്ള മസാലകൾ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും സംഗതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് പറയാത്തത് ഓരോരുത്തർ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഈ കൂട്ടിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ മീൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ വേണം ഇട്ട് വാട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കരിമീൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യമുള്ള ഉപ്പ് അതിൽ ചേർത്തതുകൊണ്ട് ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പിട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഇതിന് ചുവന്നുള്ളിയാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനാവശ്യമുള്ള ചേരുവകൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് ഇട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെല്ലാം കുറേശ്ശെ പൊടികളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഓൾറെഡി ഇതിൽ പൊടികൾ ഉള്ളതുകൊണ്ടാണ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൊള്ളിക്കുന്നതിനാവശ്യമുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. അതിനുവേണ്ടി വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കണം. നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് വാഴയില വാട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ വാഴയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന കരിമീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് കരിമീൻ്റെ മുകളിലേക്കും ഈ മസാല തന്നെ തേച്ച് കൊടുക്കാം. ഈ മസാല മീനിൽ നന്നായിട്ട് കവർ ചെയ്യണം. ആ രീതിയിൽ വേണം ഈ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ. മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഴയില പൊതിയാം. ഇപ്പം നമ്മുടെ മീൻ വാഴയിലയിൽ നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തവ വെച്ചിട്ട് അതിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. വാഴയിലയുടെ രണ്ട് സൈഡും വെളിച്ചെണ്ണ തൂവി കൊടുക്കണം കേട്ടോ. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെയായെന്നൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഏതൊരു മീനാണെങ്കിലും ഈ രീതിയിൽ വെക്കാൻ പറ്റും. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.